Hi, I'm Fida Fasal from Dr. Bima Clinic for Child Development. എല്ലാ പാരൻസിനും അവരുടെ കുട്ടികൾ നല്ല ആത്മവിശ്വാസവും കഴിവും ഒക്കെ ഉള്ള കുട്ടികളായിട്ട് വളരണം എന്നായിരിക്കും ആഗ്രഹിക്കുന്നത് അല്ലേ? സോ ഇന്ന് നമ്മുടെ വീഡിയോയിൽ എങ്ങനെ കുട്ടികളിൽ ഇൻഡിപെൻഡൻസ് പ്രൊമോട്ട് ചെയ്യാം, എൻകറേജ് ചെയ്യാം എന്നതിനുള്ള കുറച്ച് ടിപ്സാണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടിപ്പാണ് എൻകറേജ് സെൽഫ് കെയർ. അതിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളിൽ അവർ തന്നെ ഡ്രസ്സ് ചെയ്യാനും ഗ്രൂം ചെയ്യാനും ബാത്ത് ചെയ്യാനും ഒക്കെ നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊക്കെ അവരെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സോ ഗ്രാജുവലി നമ്മൾ അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പായ എൻകറേജ് സെൽഫ് കെയറിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ് ആണ് അസൈനിങ് ചോയ്സ്. അതിലെന്താ നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൗസ് ഹോൾഡ് ടാസ്കിലൊക്കെ അവർക്ക് ചെറിയ ചെറിയ ടാസ്കുകൾ നമ്മൾ കൊടുക്കുക. അവരുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ അവരിട്ട ഡ്രസ്സ് കൊണ്ടുവന്ന് ഒരു പ്ലേസിൽ വെക്കാനും അങ്ങനെ കുറച്ച് നമ്മൾ ആക്ടിവിറ്റീസ് അവർക്ക് വേണ്ടി ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. സോ ഇത് നമുക്ക് അവരിൽ ഒരു റെസ്പോൺസിബിലിറ്റി ബിൽഡ് ചെയ്യാനും അതേപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മൂന്നാമത്തെ ടിപ്പാണ് പ്രൊമോട്ട് പ്രോബ്ലം സോൾവിങ്. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും. ലൈക്ക് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ എന്തായിരിക്കും ഉണ്ടാവുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് പറയാനുള്ള ഒരു അവസരമാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. സോ അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം കൊടുത്തിട്ട് ഇതിന് എന്തൊക്കെ സൊല്യൂഷൻസ് ഉണ്ട്, ലൈക്ക് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലാണ്ട് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അവരിൽ ചോദിക്കാം. സോ ആ ഒരു ഇത് കൊണ്ടിട്ട് നമുക്ക് അവരുടെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റീനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഫോർത്ത് പോയിന്റ് ആണ് ഗ്രാജുവൽ റിലീസ് ഓഫ് റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ചൈൽഡ് വളരുന്നതിനനുസരിച്ച് നമ്മൾ കുട്ടി കുട്ടി ഫ്രീഡംസും അവർക്ക് കൊടുക്കണം. അതായത് ഇപ്പോൾ ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്മോൾ ലെവലിലെ ഫ്രീഡം എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള ഔട്ട്ഫിറ്റ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീഡം. സോ അങ്ങനെ നമ്മൾ ഗ്രാജുവലി ചെറിയ ചെറിയ ഫ്രീഡംസ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിലൂടെ അവരുടെ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിനെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഫിഫ്ത്ത് പോയിന്റ് ആണ് പ്രൈസ് എഫേർട്ട് നോട്ട് ജസ്റ്റ് എ റിസൾട്ട്. നമ്മുടെ ചൈൽഡിൽ ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടാവാതിരിക്കോ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ റിസൾട്ടിനെ ഫോക്കസ് ചെയ്യാണ്ട് നമ്മൾ അവർ അതിന് വേണ്ടിയിട്ടിട്ട് ആ ഒരു ഹാർഡ് വർക്ക് ഉണ്ടല്ലോ അതിന് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യും, എൻകറേജ് ചെയ്യും ഒക്കെ ചെയ്യണം. സോ അതുവഴി നമുക്ക് അവരുടെ ആ ഒരു കോൺഫിഡൻസിനെയും മോട്ടിവേഷനും ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. സോ ഇൻ കേസ് ഇനി ഭാവിയിൽ അവർക്കൊരു ഫെയിലിയർ സംഭവിച്ചാലും അവർക്കത് നല്ലപോലെ ഡീൽ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ എന്തോ ആയിക്കോട്ടെ റിസൾട്ട്, ചിലപ്പോൾ ഫെയിൽ ആവാം, ചിലപ്പോൾ പാസ് ആവാം, പക്ഷേ ആ ഒരു അതിന് വേണ്ടിയിട്ടിട്ട് എഫേർട്ട് അത് നമ്മൾ കണ്ടില്ല എന്ന് വെക്കരുത്. അതിനെ നമ്മൾ എൻകറേജ് ചെയ്യണം, അതിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ അപ്ലോസ് ചെയ്യണം. സോ ഈ ടിപ്സ് ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ കേപ്പബിളും കോൺഫിഡൻറ്റും ഇൻഡിപെൻഡൻറ്റും ആയിട്ടുള്ള ചൈൽഡായിട്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് വൺ തിങ് പാരൻസ് റിമെമ്പർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പാരൻറ്റിംഗ് എന്ന് പറയുന്നത് കുട്ടികളെ കൺട്രോൾ ചെയ്ത് വെക്കുക എന്നുള്ളതല്ല. പാരൻറ്റിംഗ് എന്ന് പറയുന്നത് അവർക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സോ ഗിവ് യുവർ ചൈൽഡ് ദ ഫ്രീഡം ടു ഗ്രോ ആൻഡ് ത്രൈവ്.